ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിലെ നദിയ ജില്ലയിലെ കാളിഗഞ്ച് നിയമസഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇടതുമുന്നണി. കോൺഗ്രസ് സ്ഥാനാർത്ഥി കബീൽ ഉദ്ദീൻ ഷെയ്ഖിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതായി കൊൽക്കത്തയിൽ ചേർന്ന ഇടതുമുന്നണി യോഗം തീരുമാനിക്കുകയായിരുന്നു. ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിനെയും BJPയെയും നേരിടുകയെന്നതാണ് തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമെന്നും മുന്നണി നേതാക്കൾ വ്യക്തമാക്കി. നിലമ്പൂരിനൊപ്പം ജൂൺ 19-നാണ് കാളിഗഞ്ചിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് കാളിഗഞ്ച്. MLA ആയിരുന്ന നസറുദ്ദീൻ അഹമ്മദിന്റെ അപ്രതീക്ഷിത മരണമാണ് ഉപതിരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത്. 2011-ലും 2021-ലും TMC പ്രതിനിധിയായി വിജയിച്ച നസറുദ്ദീൻ 2016-ൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹസനുസ്മാൻ ഷെയ്ഖിനോട് മണ്ഡലത്തിൽ പരാജയപ്പെട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 46,987 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് BJP സ്ഥാനാർത്ഥി അഭിജിത് ഘോഷിനെ അദ്ദേഹം പരാജയപ്പെടുത്തിയത്. കോൺഗ്രസിന്റെ അബ്ദുൽ കാസിം 3-ാം സ്ഥാനത്തെത്തി. പരമ്പരാഗതമായി കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ മണ്ഡലമാണ് കാളിഗഞ്ച്. എന്നാൽ ഇടതുമുന്നണിയുടെ ഘടക കക്ഷിയായ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഇടതുഭരണകാലത്ത് 4 തവണ ഈ മണ്ഡലത്തിൽ വിജയിച്ചിരുന്നു. 2016-ൽ ഇടതു കോൺഗ്രസ് സഖ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസ് ഈ സീറ്റ് നേടിയെങ്കിലും വിജയിച്ച MLA പിന്നീട് തൃണമൂൽ കോൺഗ്രസിലേക്ക് കൂടുമാറി. AICC കബീൽ ഉദ്ദീൻ ഷെയ്ഖിനെ കാളിഗഞ്ച് ഉപതിരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുവെങ്കിലും RSP ആദ്യം സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇടതുമുന്നണി ചെയർമാൻ ബിമൻ ബോസിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ എല്ലാ ഘടകകക്ഷികളും തീരുമാനിക്കുകയായിരുന്നു. 2024-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാളിഗഞ്ച് ഉൾപ്പെടുന്ന കൃഷ്ണനഗർ മണ്ഡലത്തിൽ തങ്ങളുടെ സ്ഥാനാർത്ഥി SM സാദി 18%-ലധികം വോട്ടുകൾ നേടിയതിനാൽ ഈ മണ്ഡലത്തിൽ ശക്തമായ പ്രകടനം നടത്താൻ ഇടതുമുന്നണിക്ക് കഴിയുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രമായ കാളിഗഞ്ചിൽ സഖ്യം ശക്തിപ്പെടുത്താൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ CPM തീരുമാനിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക മാത്രമല്ല, മുന്നണി വരെ രൂപീകരിച്ചിരിക്കുന്നു PV അൻവർ. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടെ ഭാഗമായാണ് മത്സരിക്കുന്നതെന്നാണ് അൻവർ വ്യക്തമാക്കിയത്. തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് ഈ മുന്നണി. നിലമ്പൂരിലെ വിവിധ സംഘടനകളുടെ ആവശ്യപ്രകാരമാണ് നടപടിയെന്നും അൻവർ പറഞ്ഞിരുന്നു. തൃണമൂൽ ചിഹ്നത്തിൽ മത്സരിക്കാനായില്ലെങ്കിൽ സ്വതന്ത്ര ചിഹ്നം തേടും. മന്ത്രി മുഹമ്മദ് റിയാസും പ്രതിപക്ഷ നേതാവ് VD സതീശനുമാണ് പുതിയ ലക്ഷ്യം. മന്ത്രി മുഹമ്മദ് റിയാസ് കോൺട്രാക്ടർമാരിൽ നിന്ന് പണം പിരിച്ചതിന്റെ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് അൻവർ ഉയർത്തിയിരിക്കുന്ന ഭീഷണി. വേണ്ടിവന്നാൽ നിലമ്പൂർ അങ്ങാടിയിൽ TV വെച്ച് കാണിക്കും. കാരാട്ട് കുറീസിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയതിന്റെ തെളിവുകളും പുറത്തുവിടുമെന്നും അൻവർ പറഞ്ഞിരുന്നു. സതീശന്റേത് ഹിറ്റ്ലറിസമാണെന്നും അഹങ്കാരമെന്നും അൻവർ വീണ്ടും തുറന്നടിച്ചു. ആദ്യം വിലാപം, പിന്നെ ഭീഷണി. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷവും PV അടങ്ങിയിരുന്നില്ല. തന്റെ കയ്യിലുള്ള വിവരങ്ങൾ പുറത്തുവിട്ടാൽ LDF UDF നേതാക്കൾ തലയിൽ മുണ്ടിടേണ്ട ഗതി വരുമെന്നാണ് വെല്ലുവിളി. അതേസമയം ഈ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ തന്റെ ജീവന് അപകടം പറ്റുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അൻവറെ വഞ്ചകൻ എന്ന് വിളിച്ച പിണറായി വിജയനോട് താങ്കളാണ് മലപ്പുറത്തെ വഞ്ചിച്ചതെന്ന് കോൺഗ്രസിന്റെ മറുപടി. മടിച്ചു വന്ന BJPയും ഒടുവിൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിക്കൊണ്ടുവന്നു. ഏതായാലും വർത്തമാനകാല കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടമായി നിലമ്പൂർ മാറുകയാണ്. പെട്ടി പൊട്ടിക്കുമ്പോൾ തലയിൽ മുണ്ടിടുക ആര് എന്ന് കണ്ടു തന്നെ അറിയാം.